ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേനും കുറച്ച് ഹോംവർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ മോന് വിളിക്കുന്നുണ്ടായിരുന്നു. സൺഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ രാവിലെ ഒരു 7:30 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റത്. എൻ്റെ വീട്ടിൽ മോളും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവന് കുറച്ച് ഹോംവർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ പുറത്ത് വന്ന് നോക്കുമ്പോൾ മഴയും കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്ലൈമറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു നല്ല വെയിലും അല്ല, എന്നാൽ മഴയും അല്ല എന്നുള്ളൊരു ക്ലൈമറ്റ്. പിന്നെ കുറച്ച് നേരം പുറത്തൊക്കെ നോക്കി നിന്നപ്പോഴത്തേനും എനിക്ക് കട്ടൻ അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബ്രഷ് ചെയ്തിട്ട് വന്നു കേട്ടോ. ഞാൻ സെൻസോഡൈനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. തീരാനായി, അതിനെ പീച്ച് ഞാൻ തീർക്കുമല്ല. പിന്നെ ബ്രഷ് ചെയ്യാൻ നോക്കുമ്പോഴത്തേനും എൻ്റെ ക്യാമറേൻ്റെ ഫ്രണ്ടിൽ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, ചൂലും കൊണ്ട്. രാവിലെ തന്നെ അച്ചമ്മയാണ് കേട്ടോ, മുട്ടടിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം. അപ്പം അത് കുഴപ്പമില്ല അച്ചമ്മ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പം അച്ഛമ്മ ഇങ്ങനെ അവിടെ ചെരുപ്പെടുത്തി ഇങ്ങോട്ട് നീക്കി വെക്കുമ്പോഴത്തേനും അച്ഛമ്മ ക്യാമറ ഞാൻ എന്തെന്നാ ചെയ്യണേന്ന് ഓർത്ത് ക്യാമറ കുറേ നേരമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ മോള് കട്ടൻ ചായ കുടിച്ച് കഴിഞ്ഞിട്ടോ. രാവിലെ എല്ലാവരും കട്ടൻ നിർബന്ധമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പാൽ വെച്ചത് ചായ. അത് കഴിഞ്ഞ് അച്ഛനും ചായ കൊടുത്തു. അച്ഛനും ചെറിയ പനിയുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് കുറഞ്ഞു എന്നാലും ഓക്കെയാണ്. അപ്പം ഞാനൊരു കട്ടനെടുത്ത് പുറത്ത് വന്നിരുന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കട്ടൻ നിർബന്ധമാണ് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ. കട്ടനും കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് പുറത്തോട്ടൊക്കെ നോക്കി ചുമ്മാ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോഴത്തേനും മോളവളെ മുടി ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ മുടി 2 സൈഡും പിന്നിട്ട് കെട്ടിക്കൊടുത്തു. ലെങ്ത്തും കുറവാണ്, അതിൻ്റെ ഉള്ളും കുറവാണ്. ഇതാണ് എൻ്റെ മോള്. പിന്നെ ഞാൻ കുറച്ച് ഡെറ്റോൾ ഉണ്ടായിരുന്നു, അത് കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്ത് അവിടെയൊക്കെ കുറച്ച് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. മഴ പെയ്ത് നിൽക്കണമ്പോൾ എന്തോ ഒരു സ്മെല്ല് ഉണ്ടാവില്ല, കൊതുകൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് എൻ്റെ സാധനങ്ങളൊക്കെ വെക്കണ ഒരു കബോർഡ്. പിന്നെ എൻ്റെ ക്രീമും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ട് വെക്കണത്. പിന്നെ ഇതെൻ്റെ നാത്തൂന്, എൻ്റെ മൂത്ത ആങ്ങൾ, അവരെ കല്യാണത്തിനുള്ള സമയത്ത്. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് നേരെ വന്നു. വിശക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അച്ഛൻ പാലും പഴം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നേന്ത്രപ്പഴം പുഴുങ്ങിയതാട്ടോ. വേറെ പിന്നെ അവിലുണ്ടായിരുന്നു. അവിൽ ഉപ്മാവ് വെച്ചിട്ട് മാവൊന്നും അരക്കാൻ പറ്റിയില്ല. അപ്പം ഞാനത് പുഴുങ്ങി പാൽ ചായ വെക്കാമെന്ന് വിചാരിച്ചു. കടയിൽ നിന്ന് വാങ്ങിയ പഴം എത്ര നല്ലതാണെന്ന് അറിയത്തില്ലല്ലോ. അപ്പം പഴം ഓൾമോസ്റ്റ് ആയി, ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പാത്രം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുടിക്കേണ്ട വെള്ളം ഈ ഒരു കലത്തിനകത്ത് നിറച്ചോടെ ഒഴിച്ച് വെക്കും തിളക്കാൻ വേണ്ടി. ഇപ്പം ഞാൻ രാവിലെ ചോറ് വെക്കാമെന്ന് വിചാരിച്ചു ഉച്ചക്ക് ഉള്ള ഫുഡിന്. ഇപ്പോൾ 2 കപ്പിൽ അരി എടുത്തിട്ടുണ്ട്. എനിക്കിങ്ങനെ ചെയ്യാൻ അറിയത്തില്ല. ഒക്കെ താഴെ പറഞ്ഞ് നിർത്തി. അധികം പിന്നെ വൃത്തിയോടൊന്നും നല്ല അരി കേട്ടോ, ഫ്രഷ്, എനിക്കിഷ്ടപ്പെട്ടു നല്ല അരി. അത് അച്ഛന് ചോറ് എപ്പോഴും മസ്റ്റാണ് കേട്ടോ, പഴഞ്ചോറ്. അപ്പം ചെറുപയറും തോരനും ഉണ്ടായിരുന്നു ഉച്ചക്കാണ്. ഞാൻ പിന്നെ അവിൽ ഉപ്മാവ് വെക്കാമെന്ന് വെച്ചാൽ 2 ആക്കേ വേണ്ടത്, എനിക്ക് വേണ്ട. അപ്പോൾ അവിലിങ്ങനെ ഉപ്മാവ് വെക്കാം. പിന്നെ ചോറ് അപ്പത്തിനായിട്ടോ, ചോറ് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചായ കുടിക്കാമെന്ന് നോക്കി, എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഉപ്മാവ് ഞാൻ കഴിച്ചപ്പോൾ എനിക്കിഷ്ടപ്പെട്ടില്ല, തീരെ ഇഷ്ടപ്പെട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ ഉച്ചയായപ്പോഴത്തേനും കറികൾ തോരനുണ്ടായിരുന്നു, മോര് കറി ഉണ്ടായിരുന്നു, പിന്നെ ഉപ്പിലിട്ട കാന്താരി. ഭയങ്കര ഇഷ്ടപ്പെട്ടു ഉപ്പിലിട്ട കാന്താരി കേട്ടോ. എരിവില്ല, ഒരുമാതിരി ഉപ്പും ഒരു പുളിപ്പും. അപ്പം നമുക്ക് 2 കുറച്ച് ചോറ് വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 ചോറ് വേണമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടെന്ന് പറഞ്ഞത്. ഞാൻ കഴിച്ചപ്പോൾ വേണമെന്ന് പറഞ്ഞ് വന്നു. ഇതാണ് അമ്മ കേട്ടോ. പിന്നെ അരൺമന 3 കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. വൈകുന്നേരം ആപ്പിളൊക്കെ കട്ട് ചെയ്ത് അവർക്ക് കൊടുത്തു. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കാമെന്ന് വെച്ചൊരു 7:30 ആയിട്ടോ. 7:30 ആയപ്പോഴത്തേനും കുളിയെല്ലാം കഴിഞ്ഞു. പാൽ ചായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 കുക്കി ഉണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.